നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കത്തുകയാണ്. ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സമാനതകളില്ലാത്ത ഐക്യമാണ് പ്രകടമായത്. 20-ലേറെ കക്ഷികളുടെ നേതാക്കളും പ്രതിനിധികളുമാണ് സമ്മേളനത്തിൽ പങ്കാളികളായത്. ഓരോരുത്തരും BJPയുടെ നടപടിക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. ഇ.ഡി. കുരുക്ക് സംസ്ഥാനത്തും പ്രചരണായുധമാകുന്നുണ്ട്. റിയാസ് മൗലവി വധക്കേസ് വിധിയാണ് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം. വോട്ടുകാര്യത്തിൽ ആദ്യം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സമഗ്രമായ വിലയിരുത്തലുമായി ദില്ലി ചലോ. ആരോമലാണ് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം വിശദമായി വിലയിരുത്തുന്നത്. ആരോമൽ, ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ചില യോഗങ്ങളൊക്കെ നേരത്തെയും നടന്നിട്ടുണ്ടെങ്കിലും ഇന്നലെ സംഭവിച്ചതുപോലുള്ള വിപുലമായൊരു റാലിയും സമ്മേളനവും അത് ആദ്യമായാണ്. അങ്ങനെയൊരു സമ്മേളനവും ഇത്ര വലിയൊരു പ്രതിഷേധവും ഒരു ഒറ്റക്കെട്ടായ പ്രതിഷേധവും നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും കണ്ടത്. കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് അതിലേക്ക് വഴിവെച്ചൊരു ഘടകം. കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ആം ആദ്മി പാർട്ടിയാണ് അതിന് മുൻകൈയെടുത്തത്. പിന്നീട് കോൺഗ്രസും ചേർന്ന് അതിൻ്റെ സംഘാടനം ഏറ്റെടുക്കുകയായിരുന്നു. ഈ ഒരു സമ്മേളനം അത് പിന്നീട് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നതിൽ നിന്നും മാറി പ്രതിപക്ഷത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരായ ശക്തമായൊരു പ്രതിഷേധമായി സംഘടിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്നലെ നടന്ന ഈ ഒരു സമ്മേളനം പ്രതിപക്ഷ നിരക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഊർജ്ജമായി എന്ന വിലയിരുത്തലിനെ നമുക്ക് എങ്ങനെ കാണാം? തീർച്ചയായും രജീഷ് പറഞ്ഞൊരു കാര്യം സത്യം തന്നെയാണ്. കാരണം ഇതുവരെ കാണാത്തൊരു ഐക്യമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ രാംലീല മൈതാനത്ത് കാണാൻ സാധിച്ചത്. 28ഓളം പ്രതിപക്ഷ പാർട്ടികളാണ് ഇന്നലെ ആ ഒരു മഹാറാലിയിൽ, ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച മഹാറാലിയിൽ പങ്കെടുത്തത്. നമുക്കറിയാം, ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് പോലും ഡെറിക് ഒബ്രിയാൻ വരെ ഇന്നലെ രാംലീല മൈതാനത്തുള്ള നടത്തിയ ആ ഒരു മഹാറാലിയിൽ പങ്കെടുത്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയ്ക്ക് ഒരു ശക്തി പകരുന്ന ഒരു മഹാറാലിയായി അത് മാറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മറ്റൊരു ഭാഗത്ത് BJP എന്നുള്ളൊരു വലിയൊരു മരവും നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്തായാലും ഇത്തവണ നടക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നിരയ്ക്ക് ഒരു ശക്തി പകരുന്ന ഒരു റാലി നടന്നു ഇന്നലെ രാംലീല മൈതാനത്ത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് പറയാൻ സാധിക്കും, പ്രതിപക്ഷ നിരയിൽ ഒന്നിച്ച പല പാർട്ടികളും EDയുടെ നടപടി അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ നടപടി നേരിട്ട പാർട്ടികളായിരിക്കും. ഒന്നുകിൽ അത് കോൺഗ്രസ് ആവട്ടെ, ശിവസേന ആവട്ടെ, സോറൻ നമ്മളെ ഹേമന്ത് സോറൻ്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച ആവട്ടെ, അങ്ങനെ പല പാർട്ടികളും, ആം ആദ്മി ഏറ്റവും ഒടുവിലായ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും, അങ്ങനെ നോക്കുകയാണെങ്കിൽ പല കേന്ദ്ര ഏജൻസികളുടെയും പ്രത്യേകിച്ച് EDയുടെ നടപടി നേരിട്ട പ്രതിപക്ഷ പാർട്ടികളാണ് പലരും. 28 പ്രതിപക്ഷ പാർട്ടികളിൽ പല പാർട്ടികളും ED നടപടി നേരിട്ട പാർട്ടികളാണ്. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രം ഈ തെരഞ്ഞെടുപ്പ് കാലം ആകുമ്പോഴേക്കും പല പ്രതിപക്ഷ പാർട്ടികളെയും EDയുടെ ഒരു ഭൂതത്തെ കാണിച്ച് അല്ലെങ്കിൽ ED എന്നൊരു ഭൂതത്തെ കാണിച്ച് പേടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വരുതിക്ക് വരുത്താൻ ശ്രമിക്കുന്നു, വരുതി വരാത്തവരെ ജയിലിലേക്ക് അയക്കുന്നു എന്നുള്ളൊരു പ്രതിഷേധം കൂടി ഇന്നലെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, പല കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും അവർ ആദായ നികുതി റിട്ടേൺസ് ഫയൽ ചെയ്തില്ല എന്നൊരു കാരണമാണ് ED നിരത്തുന്നത്. അതിൽ ഏകദേശം 1300ഓളം കോടി രൂപയാണ് കോൺഗ്രസ് നൽകാനുള്ളതെന്നാണ് EDയുടെ കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് വരെ പൂട്ടിപ്പോകുന്നൊരു കാര്യമാണ് ഈ 1300 കോടി എന്നൊക്കെ പറയുന്നത്. മറുഭാഗത്ത് മദ്യനയ അഴിമതി കേസ് എന്നുള്ളൊരു ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു പ്രതിഷേധം എന്തായാലും ഇനിയും പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടാകും. കാരണം ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഇന്ത്യയിൽ ഒരു ശക്തി കാണിക്കാൻ ഇതിലും വലിയൊരു അവസരം അവർക്ക് ഇനി ലഭിക്കാനില്ല. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ദയനീയമായി പരാജയപ്പെട്ടൊരു പാർട്ടിയാണ് BJPയുടെ ശക്തിക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് ഇനി ഇന്ത്യ മുന്നണി എന്നുള്ളൊരു വലിയ ഒരു കൂട്ടുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ശക്തി തെളിയിച്ചില്ലെങ്കിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ ശക്തി തെളിയിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം അവതാളത്തിലാകും. കാരണം പിന്നീട്
കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് പ്രതിപക്ഷ നിരയിൽ ഒരു നേതാവായി നിൽക്കാനുള്ളൊരു റൈറ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. മറ്റു പല പ്രാദേശിക പാർട്ടികളും ഉയർന്നു വരികയും കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്യും. നമുക്കറിയാം ആൾറെഡി മമതാ ബാനർജിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പറ്റി അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഒന്നാമനായി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ആൾറെഡി. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവന്മരണ പോരാട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി, നമുക്കറിയാം അഴിമതിക്കെതിരെ UPA സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയാണ് ആദ്യം ആം ആദ്മി പാർട്ടി വലിയൊരു പ്രതിഷേധമായി എത്തിയത്. പിന്നീട് അത് ഡൽഹി മാത്രം കേന്ദ്രീകരിച്ചൊരു പ്രതിഷേധമായി മാറി. ആ പ്രതിഷേധങ്ങളിലൂടെയാണ് അവർ ഡൽഹി എന്നൊരു പ്രദേശത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും പിന്നീട് അത് ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ അവരുടെ ഒരു സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം തന്നെ BJP വെല്ലാൻ സാധിക്കുന്നൊരു പാർട്ടിയെ വളരാൻ സാധിക്കുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൽ അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വലിയ നേതാവിൻ്റെ, അവരുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ മുഖമാണ് അവർ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർത്തിക്കാട്ടാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ വേളയിലാണ് ആ ഒരു സമയത്താണ് ഇപ്പോൾ EDയുടെ അല്ലെങ്കിൽ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ EDയുടെ പിടിയിൽപ്പെടുന്നതും തിഹാർ ജയിലിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മറ്റു പല പാർട്ടികളും അവരുടെ സത്വത്തിനു വേണ്ടി, അവരുടെ പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ സത്വത്തിനു വേണ്ടി പോരാടുകയാണ്. അവിടെ ശിവസേനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് വിഭാഗം ശിവസേന തീർത്തും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കാണ് ഇപ്പോൾ അധികാരമുള്ളതും അവർക്കാണ് അംഗബലം കൂടുതലുള്ളതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉദ്ധവ് താക്കറെക്ക് ഇതും അദ്ദേഹത്തിനും ഒരു നിലനിൽപ്പിൻ്റെ ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. മറുഭാഗത്ത് അഖിലേഷ് യാദവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. ഉത്തർപ്രദേശിൽ BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് പോലും SP ആയിരുന്നു. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയുമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടികൾ. ഇപ്പോൾ ബഹുജൻ സമാജ്വാദി പാർട്ടി ചിത്രത്തേയില്ല, അവർക്ക് ഒരു MP പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു MLA പോലും ഇല്ലാത്തൊരവസ്ഥ. സമാജ്വാദി പാർട്ടിയുടെ അവസ്ഥയാകട്ടെ പ്രതിപക്ഷ നിരയിലാണെങ്കിൽ കൂടിയും അവർക്ക് എംപിമാരുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. MLA മാരുടെ എണ്ണവും BJP അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 4-1 മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് ഇന്ന് വലിയൊരു പോരാട്ടം തന്നെയാണ് ഈ 2024 ഇലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പല പാർട്ടികൾക്കും ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വയ്ക്കുമ്പോഴാണ് EDയുടെ നടപടിക്കെതിരെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയൊരു റാലി എന്തായാലും രാംലീല മൈതാനത്ത് അവർ ഒത്തുകൂടി സംഘടിപ്പിച്ചത്. രജീഷ്, തീർച്ചയായും ഈ BJPയുടെ ശക്തിക്ക് മുന്നിൽ ഈ ചെറിയ പാർട്ടികളെല്ലാം നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തം തന്നെയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര ഏജൻസി ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാവാം ഈ തരത്തിലൊരു നടപടിയിലേക്ക് വരുന്നത്? ഇതെല്ലാം അഴിമതി ആരോപണങ്ങളാണ്, അഴിമതി കേസുകളാണ്. ഇതൊക്കെ നാളുകൾക്ക് മുന്നേ ഇതിൻ്റെ നടപടിക്രമങ്ങളും അന്വേഷണവും ഒക്കെ തുടങ്ങിയതാണ്, പലരും സഹകരിക്കാത്തത് കൊണ്ടാണ് എന്ന ന്യായങ്ങളൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയേറെ കേസുകൾ, ഇത്രയേറെ നടപടികൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തനത്തെ തന്നെ അവതാളത്തിലാക്കുന്ന രീതിയിൽ അവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? BJP ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്ന 400-ലേറെ സീറ്റുകൾ, ആ 400-ലേറെ സീറ്റുകൾ നേടാനുള്ള ഒരു തന്ത്രമാണോ, അതോ അവർ പ്രതീക്ഷിച്ചൊരു മേൽക്കൈ ഇല്ലെന്നുള്ള ഒരു തിരിച്ചറിവാണോ ഇത്തരം നടപടികൾ വ്യാപകമായി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാവാം? അതിൽ നമുക്ക് രണ്ടും പറയാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്ക് പ്രതിപക്ഷ നിരയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് BJPയുടെ ഒരു തിരിച്ചറിവായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അത്ര പോലും ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഒരു പ്രതികാര നടപടിയിലേക്ക് പോകുന്നതാണെന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. അതല്ല, BJPയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് മുച്ചൂട് മുടിക്കാനായിരിക്കും. പ്രതിപക്ഷ നിര തന്നെ ഇല്ലാണ്ടാക്കി ഇന്ത്യയിൽ ഒരു ഏക പാർട്ടി സംവിധാനം മതി, അല്ലെങ്കിൽ BJP മാത്രമാണ് ഏറ്റവും വലിയ പാർട്ടി എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അതിന് വേഗം കൂട്ടി, അല്ലെങ്കിൽ എടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കി ഒരു ഒരു പ്രതികാര നടപടി എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ നടപടികൾക്ക് വേഗം കൂട്ടിയതായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷമായി തോന്നുന്നത്. അല്ലാതെ ED എല്ലാ കാലത്തും നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുകയും, എന്നാൽ മദ്യനയ അഴിമതി കേസ് സ്വാഭാവികമായ ഒരു അഴിമതി കേസ് ആയതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ നേതാക്കൾക്കെതിരെ നടക്കുന്ന ഈ ഒരു ആരോപണങ്ങളും അറസ്റ്റും ഒക്കെയാണ്
പ്രതിപക്ഷം ഒരു ആയുധമാക്കുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ മുഖമുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പലപ്പോഴും പ്രതിപക്ഷ നിര തന്നെ, ഇന്ത്യ സഖ്യം തന്നെ ഉയർത്തി കാട്ടുന്നുണ്ട് കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ അഴിമതിരഹിതമായ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ. എന്നാൽ അദ്ദേഹം തന്നെ അഴിമതി കേസിൽ അറസ്റ്റിലാകുമ്പോൾ ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പാനിക്കുമായിരിക്കാം ഇത്തരം ആരോപണങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത. തീർച്ചയായും ഇന്നലെ ഡൽഹിയിൽ നടന്നത് വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20-ലേറെ കക്ഷികളുടെ പ്രതിനിധികൾ അത് ഈ സീറ്റ് വിഭജനത്തിലൊക്കെ ഉടക്കി നിന്ന തൃണമൂൽ കോൺഗ്രസ് അടക്കം പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയെ അതിലേക്ക് അയക്കുകയും ചെയ്തു. എല്ലാവരും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു BJP സർക്കാരിൻ്റെ നടപടിയെ. പക്ഷേ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് മറുപടി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അഴിമതിക്കാരുടെ ഒരു വിലാപമാണ് വിലാപത്തിനാണ് ഡൽഹി ഇന്ന് സാക്ഷ്യം വഹിച്ചത് എന്നാണ്. ഒരു കണക്കിന് അത് ശരിയുമാണ്. ആരോമൽ തന്നെ നേരത്തെ ഇവിടെ വിലയിരുത്തിയതുപോലെ ഇതിൽ പലരും പല കേസുകളിൽ അന്വേഷണത്തെ നേരിടുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെയൊരു ഭീഷണിയുടെ നിഴലിൽ നിൽക്കുന്നവരുമാണ്, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നവരുമാണ്. അങ്ങനെ ഇതൊരു അഴിമതിക്കാരുടെ ഒരു വിലാപമായി ഇതിനെ കാണാൻ കഴിയുമോ, അതോ ഇത് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്, ഏറെക്കുറെ ചിഹ്ന ഭിന്നമായിരുന്ന പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു അവസരം BJP തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്തത്? അല്ല, എനിക്കൊരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ BJP ഇങ്ങനെ ഏകപക്ഷീയമായി ജയിച്ചു പോകുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു യോജിപ്പുമില്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ വളരെ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം കാഴ്ച എല്ലാ മണ്ഡലങ്ങളിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി BJPയെ വെല്ലാൻ ഒന്നും തന്നെയല്ല. കാരണം അവരുടെ സംഘടനാ സംവിധാനം നോക്കുകയാണെങ്കിലും സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവർ BJPയുടെ മുമ്പിൽ തുലവും തുച്ഛരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു പ്രതിപക്ഷ നിര ഉണ്ടെങ്കിൽ അവർ ഒരു കോമൺ ആയിട്ട് ഒരു സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വലിയൊരു പോരാട്ടം തന്നെ ഉണ്ടാകും. അവിടെ BJP എന്ന ഒരു വലിയ പാർട്ടിയും മറുഭാഗത്ത് പ്രതിപക്ഷ നിര ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കുമ്പോൾ അവിടെ വലിയൊരു ഒരു പോരാട്ടം തന്നെ ഉണ്ടാകും. പല സീറ്റുകളിലും നിർണായകമായ വോട്ടുകൾക്കായിരിക്കും എന്തായാലും ആ ഒരു സ്ഥാനാർത്ഥി ജയിക്കാനും പോകുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ BJP ഇപ്പോഴും കരുതുന്നില്ല ഇന്ത്യ സഖ്യം അവർക്കൊരു വെല്ലുവിളിയാകുമെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും BJP ഇങ്ങനെ ഒരു തുച്ഛരായി പല നേതാക്കളെ കണക്കാക്കുന്നതും പല അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതും. അവർ പറയുന്നതനുസരിച്ച് EDയുടെ നടപടിക്രമങ്ങൾ ഞങ്ങളുടെ പ്രതികാരമല്ല, അത് എല്ലാ കാലത്തും ഉണ്ടാകുന്നത് തന്നെയാണ്, അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തിയല്ല അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിലേക്ക് BJP പോകുന്നു ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. അല്ല, ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ആശയപരമായ ഒരു ഐക്യം ഉണ്ടാവും. ഇവിടെ BJPയെ എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൃത്യമായ ഒരു ആശയം ഇവരുടെ ഇടയിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ UPയുടെ കാലത്ത് പോലും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഒരു ഐക്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ. മാത്രമല്ല പലയിടങ്ങളിലും ഈ സീറ്റ് വിഭജനവുമൊക്കെ വലിയ തർക്കമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഇവരെല്ലാം ഐക്യപ്പെടുത്തുന്ന ഒരേ ഒരു ഘടകം, ഇവരെല്ലാം അന്വേഷണത്തെ നേരിടുന്നു, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും പല നേതാക്കളും എന്ന ഭയം മാത്രമാണോ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു മുന്നണിയിലെ പല പ്രാദേശിക പാർട്ടികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് PDP എടുക്കാം. ജമ്മു കാശ്മീരിൽ പ്രവർത്തിച്ചു വരുന്ന PDP നമുക്കറിയാം, അതൊരു മുസ്ലിം ഭൂരിപക്ഷ പാർട്ടിയാണ്, അല്ലെങ്കിൽ മുസ്ലിം ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് PDP എന്ന് പറയുന്നത്. മറുഭാഗത്ത് നമുക്ക് മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴും ശിവസേന വിഭാഗമായ ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോഴും അവരുടെ ഐഡിയോളജി ഹിന്ദുത്വ തന്നെയാണ്. കാരണം രാമക്ഷേത്ര നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് മറ്റു പല പ്രതിപക്ഷ പാർട്ടികളും അതിനെ വിമർശിച്ചെങ്കിലും നമ്മൾ രാമനെ നമ്മളെ ഐഡലായിട്ട് അല്ലെങ്കിൽ ദേശീയ ചിഹ്നം അല്ലെങ്കിൽ ദേശീയ ഒരു ആരാധ്യ പുരുഷനായിട്ട് കണക്കാക്കി തന്നെ പെരുമാറണമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ആൾ തന്നെയാണ് ഇപ്പോഴും ഉദ്ധവ് താക്കറെ. അതുകൊണ്ട് രണ്ട് ഐഡിയോളജി, അതായത് എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന ഹിന്ദുത്വയും എക്സ്ട്രീമായി നിൽക്കുന്ന ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികൾ ഈ ഒരു മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഐഡിയോളജി പരമായിട്ടൊരു പൊരുത്തം എന്തായാലും ഈ മുന്നണിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. മറുഭാഗത്ത് CPM ഉണ്ട് ആ ഒരു മുന്നണിയിൽ. അതോടൊപ്പം തന്നെ CPMന്റെ ബദ്ധശത്രുവായ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അവർ ബംഗാളിൽ വെവ്വേറെയാണ് മത്സരിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ആ ഒരു പ്രതിപക്ഷ മഹാറാലിയിൽ പങ്കെടുത്തോടുകൂടി തന്നെ BJP ആണ് അവർ എതിർക്കുന്നത് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. സോ അവിടെ എങ്കിലും ഇപ്പോഴും തൃണമൂൽ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുന്നത് CPMനെ തന്നെയാണ്, അല്ലെങ്കിൽ CPM ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുന്നത് തൃണമൂലിനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെയേറെ ബദ്ധവൈരികളായ പാർട്ടികൾ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ അഥവാ ഇന്ത്യ സഖ്യം BJP മലർത്തി അടിക്കുകയാണെങ്കിൽ ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു ഐക്യം അവിടെ രൂപീകരിച്ച് ഇവർക്ക് ഭരണം നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണാൻ സാധിക്കുമെന്നും അത് കുറച്ച് ഒരു 5 വർഷം ഈ ഒരു ടേം പൂർത്തിയാകുന്നവരെ ഭരിക്കുമെന്നും ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് വോട്ടുകാരും ഇന്ന് പ്രത്യേകമായി വിലയിരുത്തുന്നത്. കർണാടകത്തിലേക്ക് വന്നാൽ 28 മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിൽ തന്നെ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് മേൽക്കൈ ലഭിക്കാറ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടതാണ്. 28-ൽ 25ഓളം സീറ്റുകൾ BJPയാണ് നേടിയത്. ഇക്കുറി എങ്ങനെയാണ് കർണാടകയിലെ ഒരു മത്സര ചിത്രം? കർണാടക നമ്മൾ പറയുന്ന പോലെ ഓരോ തവണയും ഓരോ നിയമസഭ, നമുക്കാദ്യം നിയമസഭയുടെ കാര്യം പരിശോധിക്കേണ്ടത്. നിയമസഭാ ഇലക്ഷനിൽ ഓരോ തവണയും BJP എന്നു മുതൽ അധികാരത്തിൽ വരുന്നു അന്നു മുതൽ BJP ഒരിടമാണെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ്, അടുത്ത തവണ വീണ്ടും BJP, അങ്ങനെ മാറി മാറി ഭരണം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. BJPക്ക് ദക്ഷിണേന്ത്യയിൽ അവിടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് കർണാടക. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷനിൽ കേവലം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് BJP ആ ഒരു തൂത്തുവാരൽ പ്രക്രിയയിലേക്ക് എത്തുക. അല്ലെങ്കിൽ മുഴുവൻ സീറ്റും BJP അല്ലെങ്കിൽ ആ മുന്നണി തൂത്തുവാരന്. കാരണം ഒരു സീറ്റ് മാത്രമാണ് JDSനും ഒറ്റ സീറ്റ് കോൺഗ്രസിന് ലഭിക്കുന്നൊരവസ്ഥയെത്തി. മറ്റ് 26 സീറ്റും 25 BJP മുന്നണിക്കാണ്, BJP കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഒരെണ്ണം BJP സ്വതന്ത്രമായ ഒരു കാൻഡിഡേറ്റിനാണ്. അങ്ങനെ 26 സീറ്റാണ് BJP കർണാടക കഴിഞ്ഞ ശതമാനത്തിൽ 51%. അത് വലിയൊരു കണക്ക് തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും സീറ്റ് എണ്ണത്തിൽ BJP പല സംസ്ഥാനങ്ങളും മുന്നിലാണെങ്കിലും വോട്ട് ഷെയറിൽ കോൺഗ്രസും BJPയും തൊട്ടില്ല എന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ കർണാടകയിൽ കഴിഞ്ഞ തവണ BJP 50-ന് മേൽ വോട്ട് പെർസെൻറ്റേജ് നേടുകയാണെങ്കിൽ അതൊരു വലിയ കണക്ക് തന്നെയാണ്. സോ BJPയുടെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ അല്ലെങ്കിൽ ഗ്രൗണ്ട് വർക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയൊരു കുറവ് അല്ലെങ്കിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടില്ല. വോട്ട് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസും BJP എനിക്ക് തോന്നുന്നു 4% വ്യത്യാസത്തിൽ മാത്രമാണ് ഉണ്ടായത്. 2% താഴെ വ്യത്യാസത്തിൽ മാത്രമാണ് കോൺഗ്രസും BJPയും നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് വലിയൊരു ഇടിവ് നിയമസഭാ ഇലക്ഷനിലെ സീറ്റ് ഉണ്ടായെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജിൽ BJPക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ BJP ഇപ്പോഴും കോൺഫിഡൻറ്റ് ലെവലിൽ തന്നെയാണ്. കാരണം വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നിയമസഭാ ഇലക്ഷനിൽ യെദ്യൂരപ്പയും ജഗദീഷ് ഷട്ടാറും അടക്കമുള്ള നേതാക്കൾ തമ്മിൽ പടലപ്പിണക്കങ്ങളുണ്ടായി. ജഗദീഷ് ഷട്ടാർ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ ഒരു കൂട്ടയടിയിൽ നിന്ന് ഇന്നെത്തുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ BJP ഒന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പടലപ്പിണക്കങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സീറ്റിന്റെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സീറ്റ് നൽകിയിട്ടില്ല. ഇതൊക്കെ BJPക്ക് ഒരു തിരിച്ചടിയായി തന്നെ കാണുന്നില്ലേ? തീർച്ചയായും. കാരണം 16ഓളം സിറ്റിംഗ് MPമാർക്ക് സീറ്റ് നൽകാത്തതിൽ പലരും ഒരു കലാപക്കൂടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈവൻ സദാനന്ദ ഗൗഡയുടെ കാര്യം തന്നെ നോക്കുക. സദാനന്ദ ഗൗഡ മുൻ മുഖ്യമന്ത്രി കൂടെയാണ്. അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തതിൽ അദ്ദേഹം വലിയൊരു അതൃപ്തിയാണ് അറിയിച്ചത്. എങ്കിലും പിന്നീട് കേന്ദ്ര നേതൃത്വം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിടപെട്ട് അത് ഒന്ന് തണുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും യെദ്യൂരപ്പ അവിടെ ഒരു കുടുംബ രാഷ്ട്രീയം കളിക്കുകയാണെന്നൊരു ആരോപണം ഇപ്പോൾ തന്നെ BJPയുടെ മറ്റ് കർണാടക നേതാക്കൾക്കുണ്ട്. കാരണം യെദ്യൂരപ്പയുടെ മകനും കൂടെ ഇപ്പോൾ BJP കർണാടകയെ നിയന്ത്രിച്ച് വരുന്നു എന്നൊരു നിലയിലേക്ക് എത്തുന്നുണ്ട്. കാരണം യെദ്യൂരപ്പയുടെ കാലം കഴിഞ്ഞാൽ അടുത്ത് മകൻ കർണാടക BJPയുടെ തലപ്പത്തേക്ക് എത്തുന്നു. അങ്ങനെ BJP ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന, അതായത് കോൺഗ്രസിൻ്റെ മേൽ വിമർശിക്കുന്ന ഒരു കുടുംബ രാഷ്ട്രീയം കർണാടകയിൽ BJP പയറ്റുന്നു എന്നുള്ളൊരു ആരോപണം BJP നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അത് കോൺഗ്രസും ഉയർത്തുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺഫിഡൻറ്റ് ലെവൽ ചിലപ്പോൾ ഒന്ന് താഴ്ന്നേക്കും. എങ്കിലും ഒരു 20-ന് മേൽ സീറ്റ് ഇപ്പോഴും കർണാടകയിൽ BJP പിടിക്കുമെന്ന് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ്. യെദ്യൂരപ്പയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെ ലിംഗായത്ത് സമുദായത്തിൻ്റെ പിന്തുണ ഉണ്ട്. ഇപ്പോൾ JDSൻ്റെ വരവോടുകൂടി ഒക്കലിംഗ സമുദായത്തെയും BJPയോട് അടുപ്പിക്കുന്നുണ്ട്. ഈ JDSനെ മുന്നണിയിലെടുത്തത് എത്രത്തോളം ഗുണകരമാവുമെന്നാണ് കരുതുന്നത്? JDS നമുക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് പല അവസരങ്ങളിലും നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ പോലും ഒരു 15-ന് മേൽ വോട്ട് ഷെയർ JDS എന്നൊരു പാർട്ടിക്കുണ്ട്. ഒരു പ്രാദേശിക പാർട്ടിയാണെങ്കിലും പല അവസരങ്ങളിലും നമുക്കറിയാം മുഖ്യമന്ത്രിമാരെ വരെ കർണാടകയ്ക്ക് മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായ ഒരു പാർട്ടിയാണ് JDS എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ ശക്തി BJPയുടെ കടന്നുവരവോടെ അവരുടെ ശക്തി ക്ഷയിച്ച് ഇപ്പോൾ ഒരു ചെറിയൊരു പാർട്ടി എന്ന നിലയിലേക്ക് JDS ഒതുങ്ങിയിരിക്കുന്നു. എങ്കിലും JDSൻ്റെ കടന്നുവരവ് BJPക്ക് ഒരു ചെറിയ ഒരു അടിത്തറ കുറച്ച് ശക്തിപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം
ലിംഗായത്തും ഒക്കലിംഗ എന്നീ രണ്ട് പ്രബലമായ സമുദായങ്ങളാണ് അവിടെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വിജയം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ വിജയം നിർണ്ണയിക്കുന്ന ഈ രണ്ട് ജാതിയിൽപ്പെട്ട വോട്ടർമാരുടെ ഒരു ചിന്ത തന്നെയാണ്. കാരണം പലപ്പോഴായിട്ട് ലിംഗായത്ത് സമുദായം BJP കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് ലിംഗായത്ത് സമുദായം BJPക്കൊപ്പമാണെങ്കിൽ ഒക്കലിംഗക്കാർ കൂടുതലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് JDSനെയും കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെയുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ JDSന്റെ ഭാഗത്തു നിന്ന് JDSനെ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കലിംഗക്കാരെ കൂടെ കൂട്ടാം എന്നൊരു ചിന്തയിലായിരിക്കും എന്തായാലും BJP ആ ഒരു JDSനെ എന്തായാലും NDA മുന്നണിയിലേക്ക് ക്ഷണിച്ചത്. അത് ഫലവത്താകുമോ ഇല്ലേ നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് 28 സീറ്റിലും കോൺഗ്രസും BJP മുന്നണിയും മുഖാമുഖം ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ് കർണാടകയിലുള്ളത്. അവിടെ കോൺഗ്രസിൻ്റെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേടിയ വലിയ വിജയം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമായി നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല പാർട്ടിക്കുള്ളിലുള്ള പടലപ്പിണക്കമോ തർക്കങ്ങളോ ഒന്നും താരതമ്യേന കുറവുമാണിപ്പോൾ. തീർച്ചയായും. കാരണം കോൺഗ്രസ്സിന് ഇത്തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് കർണാടകയാണെന്ന് പറയാം, മറ്റൊന്ന് കേരളവുമാണ്. അങ്ങനെ കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തന്നെ. കാരണം ഉത്തരേന്ത്യ അവർക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. കാരണം അവർ ഉത്തരേന്ത്യയിൽ ഒറ്റയ്ക്ക് നിന്നാൽ എവിടെ മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. കാരണം ഇന്ത്യ മുന്നണി എന്നുള്ളൊരു കൂട്ടുമുന്നണി ഇല്ലെങ്കിൽ എവിടെ നിന്നാലും ജയിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. അത് അവരുടെ കാലാകാലങ്ങളായിട്ട് നടന്ന വോട്ട് ശോഷണം തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ സീറ്റ് ശോഷണം തന്നെ അതിനൊരു തെളിവാണ്. എന്നാൽ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഇടയ്ക്കൊക്കെ ഒന്ന് ശോഷിച്ചെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് തെലങ്കാന ഇലക്ഷനാവട്ടെ കർണാടക ഇലക്ഷനാവട്ടെ രണ്ടിടത്തും വലിയ വിജയം തന്നെ കോൺഗ്രസ് സ്വന്തമാക്കി. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന ഒരു സംസ്ഥാനം എന്തായാലും കർണാടക തന്നെയാണ്. BJP 20 മേൽ സീറ്റ് ഇത്തവണ ഇലക്ഷനിൽ കർണാടകയിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 25 സീറ്റ് ഞങ്ങൾ നേടുമെന്നാണ് DK ശിവകുമാർ കഴിഞ്ഞൊരു സമയത്ത് പറയുകയുണ്ടായത്. അങ്ങനെ അത്രയും വലിയൊരു കോൺഫിഡൻസ് എന്തായാലും കോൺഗ്രസിനുണ്ട്. കാരണം അവർ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിലേറി ഏകദേശം ഒരു വർഷമായി ആ സമയത്തൊന്നും ഒരു വലിയൊരു അഴിമതി ആരോപണത്തിലോ അല്ലെങ്കിൽ മറ്റ് പടലപ്പിണക്കത്തിലോ അല്ലെങ്കിൽ DK ശിവകുമാർ സിദ്ധാരാമയും തമ്മിലുള്ള ഒരു വഴക്കിലേക്ക് ഒന്നും കാര്യങ്ങൾ എത്തിയില്ല. അവർക്ക് ഉൾപോരും കുറവാണ്. കർണാടകയിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഉൾപോര് എത്രത്തോളം ശക്തമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ BJPയോളം എന്തായാലും പടലപ്പിണക്കങ്ങളൊന്നും കോൺഗ്രസിനെ അലട്ടുന്നില്ല. വലിയ സീറ്റ് വിഭജനത്തിലും വലിയ അടിയൊന്നും ഉണ്ടാവില്ല. കാരണം വേറെ പ്രാദേശിക പാർട്ടികളൊന്നും കോൺഗ്രസിന് കർണാടകയിൽ കൂട്ടേണ്ട അവസ്ഥയില്ല. കാരണം ആകെ 3 പാർട്ടികൾ മാത്രമേ കർണാടകയിൽ ശക്തരായിട്ടുള്ളൂ. ഒന്ന് BJP, JDS, കോൺഗ്രസ്. അങ്ങനെ JDSും BJP ഒരു സൈഡിലാണെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. അതുകൊണ്ട് കർണാടകയിലാണ് ഇത്തവണ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളമാണ് അവരുടെ ഏറ്റവും വലിയ സീറ്റ് നൽകുന്ന സംസ്ഥാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തവണ ചിലപ്പോൾ ഒന്ന് പതറിയാൽ കർണാടകയിലൂടെ അത് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ കർണാടകയിലൂടെ അത് നികത്താമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. തീർച്ചയായും ദക്ഷിണേന്ത്യയിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഏക സംസ്ഥാനമാണ് കർണാടക. അവിടെ ഇക്കുറിയും മോദി തരംഗത്തിൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയുമോ, അതോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം ആവർത്തിക്കുമോ എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് അറിയാനുള്ളത്. ഇനി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുകയാണ് ഇടത് വലത് BJP മുന്നണികൾ. രാഷ്ട്രീയ ഗോതയിൽ കാസർകോട്ടെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധവും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPMന് കുരുക്കായി ED അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്ന വാർത്തയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. RSSനെ രക്ഷിക്കാൻ റിയാസ് മൗലവി കേസ് CPM അട്ടിമറിച്ചെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കുന്നു. ED കുരുക്കുമായി ബന്ധമുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രതികരിക്കാതെ പോയപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് ആ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒപ്പം കർണാടകയിലെ BJP സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും ഉൾപ്പെട്ടതും തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അഭിജിത്ത് ജയനാണ് ഈ വാർത്തകളുടെ എല്ലാം വിലയിരുത്തലും വിശകലനവുമായി ചേരുന്നത്. അഭിജിത്ത്, അപ്രതീക്ഷിതമായാണ് റിയാസ് മൗലവി വധക്കേസിലെ വിധി വരികയും അത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. RSSകാരായ പ്രതികളെ രക്ഷിക്കാനായി സംസ്ഥാന സർക്കാർ CPM ഒത്താശ ചെയ്തു എന്ന രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത്, പ്രത്യേകിച്ച് മലബാറിൽ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക്
ഇതിന് മറുപടിയും പറയേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്നാണ്. എന്തായാലും ഈ ഒരു വിഷയം അപ്രതീക്ഷിതമാണ്. CPM-ന് അതിന് മറുപടി പറയേണ്ടി വരുന്നു. ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചർച്ചയാവുന്നു? രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ചൂരിയിലെ മദ്രസാധ്യാപകൻ മുഹമ്മദ് റിയാസ് മൗലവിയുടെ ഈ വധക്കേസുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു കോടതി വിധി വന്നത്. അതിൽ തന്നെ 3 പേരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി. ഏതായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഏതായാലും ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ ഇടത് വലത് BJP മുന്നണികൾ പ്രധാനമായും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായി നിലപാട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ ഇന്നിപ്പോൾ മറുപടി പറയേണ്ടി വന്നത്, പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ തന്നെ കാസർഗോഡ് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ വടക്കൻ മലബാറിൽ ഈ ഒരു മുഹമ്മദ് റിയാസ് മൗലവി വധം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഏതായാലും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ പോലും 85 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു. അങ്ങനെ 3 പ്രതികൾക്കും തക്കതായ ശിക്ഷ അത് ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ സർക്കാർ ഇടപെടൽ എത്തി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും തന്നെ ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഇടപെടൽ ഇതിൽ കാര്യക്ഷമമായി നടന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിലേതായാലും വിശദീകരിക്കുക വഴി നമുക്ക് ഇതിൽ സൂചിപ്പിക്കാനും കഴിയുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഇങ്ങനെയാണ്. അതിൽ തന്നെ കൃത്യമായി സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം കൃത്യമായി പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൂടി നമുക്ക് ഇതിനനുബന്ധമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള കുറ്റകൃത്യമാണ് ഉണ്ടായത് എന്നതാണ് അദ്ദേഹം പ്രധാനമായും തന്നെ പറയുന്നത്. വേഗത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. മാത്രമല്ല, കൊല നടന്ന് 96 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ 3 പ്രതികളെയും പിടികൂടി അവരുടെ നിയമ നടപടികൾ സ്വീകരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സർക്കാരിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തുകയും ചെയ്യുകയാണ്. അതിനിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ അത് മുറുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ഏറെ സുപ്രധാനമായ കാര്യം തന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ റിയാസ് മൗലവി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലല്ല അന്വേഷണം നടന്നത് എന്നുള്ള കാര്യം റിയാസ് മൗലവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ തന്നെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം അതിപ്പോൾ ഏതായാലും സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ഈ ശരിയായ അന്വേഷണം അത് കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ പ്രതികൾ രക്ഷപ്പെടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കോടതി വിധിയിലും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കേസിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളാണ്. അത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ CPM-ന്റെ 5 അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ED കൈമാറി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ മറുപടി പറയുകയും ചെയ്തു. ഇതിന് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തെ, അവരുടെ നടപടിക്രമങ്ങളെ, അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഏത് തരത്തിൽ ഈ പ്രചരണ രംഗത്ത് CPM-ന് മറുപടി പറയാൻ കഴിയും? ഏതായാലും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വലിയ തോതിൽ തന്നെ CPM-ന് കുരുക്കാകുന്നു എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. പലകുറി ഇത്തരത്തിൽ പല വിവാദ വിഷയങ്ങളിലൂടെയൊക്കെ തന്നെയും മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഗോതയിൽ വലിയ തലവേദന തന്നെയാണ് CPM-ന് ഉണ്ടാക്കുന്നത് എന്നത് നമുക്ക് ഏവർക്കും തന്നെ അറിയാവുന്ന കാര്യവുമാണ്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കേരളത്തിലെ തന്നെ നിരവധി സഹകരണ പ്രസ്ഥാനങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിശദമായ വിലയിരുത്തലും കണ്ടെത്തലും ഒക്കെ തന്നെയും ED നടത്തിയിട്ടുണ്ടായിരുന്നു. 150 കോടി രൂപയുടെ തട്ടിപ്പ് ഏതായാലും കരുവന്നൂരിൽ മാത്രം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കൃത്യമായ വിവരങ്ങൾ കൂടി
പ്രധാനമായും തന്നെ ED അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കൈമാറിയിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രധാനമായും തന്നെ പറയുന്നത് ധനമന്ത്രാലയത്തിനും ഒപ്പം തന്നെ RBIക്കും ഈ വിവരങ്ങൾ കൃത്യമായി ED കൈമാറിയിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സഹകരണ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചാണ് ഇതിൽ പല അക്കൗണ്ടുകളും തുറന്നിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കൂടി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ തൃശ്ശൂരിലെ തന്നെ ജില്ലാ നേതൃത്വത്തിലുള്ള CPMൻ്റെ തന്നെ ജില്ലാ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ നേതാക്കളുടെ പേരിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ തരപ്പെടുത്തി അത് പാവങ്ങളുടെ പേരിലേക്ക് മാറ്റുകയും പിന്നീട് ഇത്തരത്തിൽ അങ്ങനെയുള്ള പല ബനാമി തട്ടിപ്പുകളും ഒക്കെ തന്നെയും നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും നിഗമനങ്ങളും EDയുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല തീർച്ചയായും അതോടൊപ്പം തന്നെ CPMനെ LDFനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വല്ലാതെ കുരുക്കുന്ന മറ്റൊരു വിഷയം കർണാടകയിൽ BJP മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ജനതാദൾ എസ് അവരിവിടെ നമുക്കറിയാം LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ആ ജനതാദൾ എസ് അതിൻ്റെ നേതാക്കന്മാർ മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരുടെ ഫോട്ടോ വെച്ച് കർണാടകയിൽ വോട്ട് പിടിക്കുന്നതിൻ്റെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഫോട്ടോകളൊക്കെ കേരളത്തിലും പ്രചരിക്കുന്നുണ്ട്. അത് വ്യാജമാണെന്നുള്ള ഒരു വാദം JDSൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനതാദൾ എസ് എന്ന പാർട്ടി കർണാടകയിൽ BJP മുന്നണിയുടെ ഭാഗമാണ്. 3 സീറ്റുകളിൽ കർണാടകയിൽ അവർ മത്സരിക്കുന്നുമുണ്ട്. അതേ പാർട്ടി കേരളത്തിൽ CPMൻ്റെ ഘടകകക്ഷിയാണ്, മന്ത്രിസഭയിൽ അംഗവുമാണ്. ഇതിനും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മറുപടി പറയേണ്ട ഒരു സാഹചര്യമല്ലേ CPMനുണ്ടായിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കൊപ്പമാണ് JDS നേതൃത്വമുള്ളത്. എന്നാൽ ദേശീയ തലത്തിലാകട്ടെ JDS നേതൃത്വമുള്ളത് NDAയ്ക്കും ഒപ്പമാണ്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ബംഗളൂരുവിലെ റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൗഡയുടെ മരുമകനുമായിട്ടുള്ള ഡോക്ടർ CN മഞ്ജുനാഥിൻ്റെ പോസ്റ്ററിൽ ഇത്തരത്തിൽ ഈ മാത്യു ടി തോമസും ഒപ്പം തന്നെ സംസ്ഥാന വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ തോതിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴി തുറന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 2020 മുതൽ നമുക്കറിയാം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് ഇത്തരത്തിൽ JDS NDA സഖ്യത്തിൻ്റെ ഭാഗമായി മാറുകയും ഒക്കെ തന്നെയും ചെയ്തത്. ഏതായാലും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ ഈ ഫ്ലെക്സിൽ തന്നെ ഈ 2 നേതാക്കളെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ 2 നേതാക്കളുടെയും ചിത്രങ്ങൾ ഉൾപ്പെട്ടതിനെതിരെയാണ് ഇപ്പോൾ ഏതായാലും വലിയ ചർച്ചകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റർ വ്യാജമായി നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഈ കർണാടക ഈ പോസ്റ്ററിൽ ഈ 2 നേതാക്കളുടെയും ഉൾപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഈ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഒപ്പം തന്നെ മാത്യു ടി തോമസും പ്രധാനമായും ഈ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. അന്വേഷണ നടപടികൾ അത് കൃത്യമായി നടക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ കളിയാണെന്നും വ്യാജ പോസ്റ്ററാണ് ചമച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതും ഏതായാലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ വിഷയങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വോട്ടുകാര്യം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.